ഇനി കുറച്ച് ദീപാവലി വിശേഷങ്ങൾ കാണാം. നാളെ ദീപാവലിയാണ്. തിരുവനന്തപുരം നന്ദിയോട്ടയെ ആലമ്പാറ നിറയെ പടക്കങ്ങളും ആവശ്യക്കാരുമാണ്. ഇതൊരു പടക്ക ഗ്രാമമായതിന് പിന്നിലെ ആദ്യ കാരണക്കാരൻ, ആ കാരണക്കാരൻ്റെ പേര് സുശീലൻ ആശാൻ എന്നാണ്. ആ റിപ്പോർട്ട് കാണാം. പതിമൂന്നാം വയസ്സിൽ പടക്കത്തിന് പിന്നാലെ കൂടിയതാണ് സുശീലൻ ആശാൻ. അമ്മാവൻ പടക്കമുണ്ടാക്കുന്നത് കണ്ടു തുടങ്ങിയ കമ്പം പിന്നെ അത് ജീവിതത്തിൻ്റെ ഇമ്പമായി. പതിമൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ പടക്ക വ്യവസായത്തിൽ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തെ ഈ പടക്ക വ്യവസായം ഉണ്ടായിരുന്നു. ഇതിനകത്ത് വരാനുള്ള കാരണം വിദ്യാഭ്യാസങ്ങളെല്ലാം കളഞ്ഞിട്ട് ഗതിയോടുകൊണ്ടാണ് ഇതിനകത്ത് വന്നത്. അത് മാത്രമല്ല, ഈ പടക്കത്തോടുള്ള ഒരു ചെറിയ ഇമ്പം നമുക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മാവന് പടക്ക വ്യവസായവും വെടിക്കെട്ടും ഉണ്ടായിരുന്നു. അമ്മാവൻ്റെ കൂടി അമ്മാവനോടൊപ്പം സഹകരിച്ച് ഈ വെടിക്കെട്ട് പണികൾ കുറച്ച് അവിടെ നിന്ന് പഠിച്ചു. ആരോഗ്യം കിട്ടുന്നിടത്തോളം കാലം ഈ തൊഴിൽ ഞാൻ എന്നും ഈ തൊഴിലിനെ മാന്യമായി ബഹുമാനിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. ആലമ്പാറയിലെ ആദ്യ ലൈസൻസി സുശീലൻ ആശാനാണ്. പുറ്റിങ്ങലിലടക്കം 300-ലേറെ ക്ഷേത്രങ്ങളിൽ ആശാൻ തിരികൊളുത്തിയിട്ടുണ്ട്. മത്സര വെടിക്കെട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് സുശീലൻ ആശാൻ ഉണ്ടാകും. എത്രയെത്ര സമ്മാനങ്ങൾ, അംഗീകാരങ്ങൾ. പരമ്പരാഗതമായിട്ട് വെടിക്കെട്ട് കത്തിച്ചിട്ടുള്ള ഒരാളാണ്. വെടിക്കെട്ട് കത്തിച്ച് അനവധി പ്രൈസുകളും മൊമെൻറ്റുകളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഈ മേഖലയിലെ ഈ ആലമ്പാറയിലെ ഈ പടക്ക വ്യവസായം ഇവിടെ ആരംഭിച്ചത് ഈ എൻ്റെ ലൈസൻസിന് ശേഷമാണ്. ഞങ്ങളെ പടക്കം ഹരിത പടക്കമാണ്. ഈ ഹരിത പടക്കം എന്ന് പറയുന്നത് പനയോല വെട്ടി ഉണക്കി അത് സൈസാക്കി എടുത്തിട്ട് പല സൈസുകളിലായിട്ട് 6 പടക്കങ്ങൾ അതിൽ നിർമ്മിക്കുന്നു. അങ്ങനെയാണ് ഹരിത പടക്കം നിർമ്മിക്കുന്നത്. 2016 വരെ അത് തുടർന്നു. പുറ്റിങ്ങൽ ദുരന്തശേഷം നിയന്ത്രണങ്ങൾ വന്നു. വെടിക്കെട്ട് നിലച്ചു. 365 ദിവസവും തുറന്നിരിക്കുന്ന സ്ഥിരം പടക്കക്കടയാണ് ആശാൻ്റേത്. ഇപ്പോൾ ഹരിത പടക്കങ്ങളാണ് പ്രധാനം. ആശാന്റെ പടക്ക നിർമ്മാണശാലയിൽ അധികവും സ്ത്രീകളാണ്. ഹരിതപടക്കം അഥവാ പനയോലപ്പടക്കമുണ്ടാക്കൽ അതിവേഗ കരവിരുതാണ്. അവർ ജീവിതം ഉണ്ടാക്കിയെടുത്തത് ഇവിടെ പടക്കം മെനഞ്ഞാണ്. എൻ്റെ കല്യാണം ഇവിടെ വന്നതിന് ശേഷമാണ് നടന്നത്. പിന്നെ 9 വർഷം വരെ പിന്നെ വരാതിരുന്നിട്ട് പിന്നെ 9 വർഷം കഴിഞ്ഞതിന് ശേഷം വന്ന് പിന്നെ ഇവിടുത്തെ ഈ ജോലി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്വർണം വാങ്ങിച്ചതും ഞങ്ങളെ കല്യാണം കഴിഞ്ഞതും എല്ലാം ഇവിടുത്തെ ജീവിത രീതി കൊണ്ട് തന്നെയാണ്. 23 വർഷമായി ഞാൻ പടക്കേട്ടാൻ വന്നിട്ട്. നമ്മളെ അച്ഛനില്ല, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം. അത്യാവശ്യങ്ങൾക്കെല്ലാം ഇത് ജോലിയില്ലാത്ത സമയങ്ങളിൽ ഇവരിവിടുന്ന് പൈസ തരും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. 45 വർഷം 80-ൽ നമുക്ക് ലൈസൻസ് കിട്ടിയതാണ്. 80 തൊട്ടേ നമ്മൾ ഈ പടക്കിൻ്റെ ജോലി ഞാൻ ചെയ്യുകയാണ്. ഈ തൊഴിലുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്, ഈ ആലമ്പാറ മൊത്തം. സീസൺ ആകുമ്പോൾ ശിവകാശിയിൽ നിന്ന് വരെ തൊഴിലാളികൾ ഇവിടെ എത്തും. என் பேர் தங்கப்பாண்டி, ஊர் சிவகாசி. அவட பஸ்ஸு அரிசி அவட இவட 500 ரூபா பஸ் அரிசி இவட கேரளாத்து வர. இவட சம்பளம் 1000 ரூபா. காப்பி பஸ் அரிசி எல்லாம் தனியாக போக 1000 ரூபா சம்பளம் கொடுத்துட்றாங்க. எனக்கு சந்தோஷம். 200ഓളം ഇനം പടക്കം ഇവിടെ ഉണ്ടാകും. കൂട്ടിന് ശിവകാശി വർണ്ണപ്പടക്കങ്ങളും. കുറച്ച് ലാഭം, കൂടുതൽ കച്ചവടം, അതാണ് ആശാന്റെ നയം. വിലക്കുറവ് കാരണം ആവശ്യക്കാർ ഏറെ എത്തും. ജീവിതം പറഞ്ഞു നിർത്തും മുൻപ് ആശാന് ഒന്നുകൂടി പറയാനുണ്ട്. സാഹസികമായ ഈ തൊഴിലിന് ഇൻഷുറൻസ് വേണം.
ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ച് സന്തോഷിക്കുന്നവർ അതിന് പിന്നിലെ അധ്വാനം ഓർക്കാതിരിക്കരുത്. ക്യാമറമാൻ LR അജിത്തിനൊപ്പം VS കൃഷ്ണരാജ്, ജനം, തിരുവനന്തപുരം.